يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും സർവോപരി ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും യത്നിക്കണമെന്നും ആഗ്രഹിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഏത് അർത്ഥത്തിൽ നോക്കിയാലും മനുഷ്യർ നിസ്സാരം, കഴിവ് കുറഞ്ഞവർ, അറിവ് കുറഞ്ഞവർ, ദുർബലരും ശേഷിയില്ലാത്തവരും ആണ് എന്ന് അവരവരുടെ ജീവിതം പല സന്ദർഭങ്ങളിലും നമ്മളിൽ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നു. നാം ഉദ്ദേശിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് പോകണം എന്നില്ല. ഉദ്ദേശിക്കാത്ത ക്രമത്തിൽ പലതും നമ്മോടൊപ്പം സഞ്ചരിക്കും. അതിനോട് സമരസപ്പെട്ടോ പൊരുത്തപ്പെട്ടോ ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കരണീയമായിട്ടുള്ളത്. ഏറെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നു. മറ്റ് പല ഹദീസ് ഗ്രന്ഥങ്ങളിലും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹു കാൻ ഒമാലം യശ ലം യക്കുൻ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. അതിൻ്റെ അർത്ഥവ്യാപ്തി ഒരു ജുമുഅ ഖുതുബയിൽ പ്രതിപാദിച്ച് തീർക്കുക നന്നേ പ്രയാസമാണ്. അള്ളാഹു ഉദ്ദേശിച്ചത് നടന്നിരിക്കും. അവൻ ഉദ്ദേശിക്കാത്തത് യാതൊന്നും സംഭവ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. ശേഷിയും കഴിവും തൻ്റെടവും നിശ്ചയവും എല്ലാം അള്ളാഹുവിൻ്റേതാകുന്നു. ലാ ഹൗല എന്ന ഒരു തസ്ബീഹ് സ്വർഗത്തിലെ നിധി എന്ന നിലയിലാണ് ഹദീസുകളിൽ വന്നത്. കൻസുൻ മിൻ കുനൂസി അൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽ ഒരെണ്ണമാണ് ആ വാചകം. അത്ര ഹൃദയ സ്പർശിയാണ് അതിൻ്റെ ഉള്ളടക്കം. അതുകൊണ്ടാണ് ആ ഹദീസ് അള്ളാഹുവിൻ്റെ റസൂല് അങ്ങനെ നമ്മളെ അറിയിക്കാൻ കാരണം. നമ്മുടെ ജീവിതത്തിൽ നാം ഉദ്ദേശിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ നമ്മെ സമീപിക്കുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു അറബി കവിതയുണ്ട്.
അത് നമ്മൾ പല ഖുതുബയിലും ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. വഫിൽ മുഹൈമിനി ഫീ ഹാലാത്തിനാ നദറു വഫൗക തദ്ബീരിന ലില്ലാഹി തഖ്ദീറു. ഈ ലാ ഹൗലയിൽ എന്താണോ സൂചിപ്പിച്ചത് അത് തന്നെയാണ് ഈ ബെയ്ത്തിൽ നമുക്ക് വിളംബരം ചെയ്ത് കിട്ടുന്നത്. ഓരോ നിമിഷവും ഇതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വ്യാപ്തിയാണ്. ഓരോ നിമിഷവും നമ്മുടെ തീരുമാനങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ തീരുമാനം നമ്മളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനായ നമ്മുടെ ഈ ദീനിൽ അല്ലെങ്കിൽ നബിയുടെ ഉമ്മത്തിൽ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ റസൂലുള്ളയുടെ ഉമ്മത്തിൻ്റെ വിശ്വസ്തൻ എന്ന് നബി നാമകരണം ചെയ്ത ഒരു പ്രഗത്ഭനായ സഹാബിയാണ് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് അംവാസ് എന്ന സ്ഥലത്ത് എത്തി അവിടെ സമയം ചെലവഴിക്കുമ്പോഴാണ് ആ പ്രദേശത്ത് പ്ലേഗ് രോഗം പടർന്നു പിടിച്ചത്. പ്ലേഗ്, ആ രോഗത്തിൻ്റെ തീവ്രത അന്ന് എന്നല്ല ഇന്നും നിയന്ത്രണ വിധേയമല്ല. വൈദ്യശാസ്ത്ര മേഖലയിൽ അതിവ്യാപകമായി 10,000-കണക്കിന് ആളുകൾ പെട്ടെന്ന് മരിക്കും. അത്തരം ഒരു സാഹചര്യത്തിൽ അബൂ ഉബൈദയെ ആ നാട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറെ തൽപരനായ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കത്ത് കൊടുത്തു വിട്ടു. അപ്പൊ ആ കത്തിലെ വാചകം വളരെ ഭംഗിയായി ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന്റെ ബിദായ നിഹായയിലും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ കത്ത് കിട്ടുമ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ അപ്പോൾ തന്നെ തിരിച്ച് മദീനയിലെത്തണം. ഇതാണ് കത്തിലെ വാചകം. അപ്പൊ ഇത് വായിച്ചപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. ഒരു വലിയ വിപത്ത് മുസ്ലിം ഉമ്മത്തിനെ ഈ പ്രദേശത്ത് കാത്തിരിക്കുന്നു. അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനുള്ള ഭഗീര ശ്രമമാണ് ഖലീഫയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് അദ്ദേഹം ആ കത്തിൻ്റെ ഉള്ളിൽ ആശയം മനസ്സിലാക്കി. അദ്ദേഹം അതിന് ഒരു മറുപടി കൊടുത്തയച്ചു. പുറപ്പെടുകയല്ല ചെയ്തത്, അതിനൊരു മറുപടി കൊടുത്തയച്ചു. ആ മറുപടിയിൽ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എഴുതിയ വാചകം അഫിറു മിൻ ഖളാഇല്ലാഹി ഇലാ ഖദരില്ലാഹ്. ഉമർ എന്നോട് പറയുന്നത് അള്ളാഹുവിൻ്റെ ഖളായിൽ നിന്ന് അവൻ്റെ ഖദറിലേക്ക് തന്നെ ഞാൻ ഓടിച്ചെല്ലണമെന്നാണോ? അതെനിക്ക് സാധ്യമല്ലല്ലോ. ആ രോഗത്തിൽ അകപ്പെട്ട് അബൂ ഉബൈദ ഷഹീദായി. അപ്പൊ ഈ മറുപടി കത്ത് കിട്ടുമ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിത്വം വരിച്ചു എന്നതാണ് ചരിത്ര സത്യം. ഇത്രയും 3 വാക്കുകൾ ഞാൻ സൂചിപ്പിച്ചത് അത് ഏത് മനുഷ്യനായിരുന്നാലും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്ന അനുഭവങ്ങൾ 2 നിലയിൽ ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ 21-ാമത്തെ അധ്യായം അതിൽ ഒരു ചെറിയ വാക്കാണ് ഉണർത്തിയത്. ലനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. നിങ്ങളെ നാം പരീക്ഷിക്കും, അല്ലെങ്കിൽ പരിശോധിക്കും, അല്ലെങ്കിൽ നിങ്ങളെ നാം അകപ്പെടുത്തും. 2 നിലയിൽ. 1 ഷർറായ കാര്യങ്ങൾ കൊണ്ട്, 2 ഖൈറായ കാര്യം. നല്ലതും ചീത്തയും, പ്രയാസമുള്ളതും പ്രയാസമില്ലാത്തത്, ദുഷ്കരം അല്ലെങ്കിൽ വിഷമമില്ലാത്തത്, വിഷമകരമായത്, ഇങ്ങനെ എല്ലാ 2 വഴിയിലും നിങ്ങളെ നാം പരീക്ഷിക്കും.
ഫിത്തിനത്തൻ, അതൊരു വലിയ ഫിത്തിന എന്ന നിലയിലാണ് നിങ്ങളെ നാം പരീക്ഷിക്കുക. സൂറത്തുൽ ബക്കറ, അവിടെ 155-ാമത്തെ ആയത്ത്, സൂറത്തുൽ ബക്കറയിലെ 155-ാമത്തെ ആയത്തിൽ 5 കാര്യങ്ങൾ ഒരായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അതിൻ്റെ താഴെ കുറച്ച് ഹദീസുകളും ഉദ്ധരിക്കുന്നു തഫ്സീറിൽ. വലനബ്ലുവന്നക്കും ബിശൈഇൻ, ചില കാര്യങ്ങൾ കൊണ്ട് നിശ്ചയം നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. പരീക്ഷിച്ച് കഴിഞ്ഞ കാര്യമല്ല, ഓരോരുത്തരുടെ ജീവിതത്തിലും വരാനിരിക്കുന്ന നാളുകളിൽ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളിൽ മിനൽ ഖൗഫ്, ഒന്ന് ഭയമാണ്. നമുക്ക് ഓർമ്മ വച്ച നാൾ മുതൽ നമ്മളിൽ വളർന്നു വരുന്ന ഒരു വികാരം യഥാർത്ഥത്തിൽ ഭയം തന്നെയാണ്. അത് യുദ്ധം കൊണ്ടാകാം, ശത്രുക്കളുടെ നേർക്ക് നേരെയുള്ള ഏറ്റുമുട്ടൽ വഴിയാകാം, ഭവനഭേദനങ്ങൾ വഴിയാകാം, കൊള്ളസംഘത്തിൻ്റെ അക്രമം വഴിയാകാം, മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് വഴിയാകാം. അങ്ങനെ പല നിലയിലും മനുഷ്യരിൽ ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ പ്രകടിപ്പിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് പലരും, പല തൻ്റെടമുള്ളവർ പോലും ഭയം വെളിയിൽ കാണിക്കാറില്ല. പക്ഷെ അതൊരു വലിയ പരീക്ഷണമാണ് ആ ഭയം. 2, വിശപ്പാണ്. ആ വിശപ്പ് എങ്ങനെ ഉണ്ടാകുന്നു എന്നതിന് മഹാനായ ഇമാം റാസി അലൈഹി റഹ്മയെ പോലുള്ള തഫ്സീറിൻ്റെ ഇമാമുകളൊക്കെ കുറേ ആശയങ്ങൾ വിവരിക്കുന്നുണ്ട്. തഫ്സീറുൽ മനാറിൽ സയ്യിദ് റഷീദ് റിളയും, അല്ലാമ തഫ്സീറുൽ കഷാഫിൽ അതിൻ്റെ ഗ്രന്ഥകർത്താവും ഇത് എന്താ വിശപ്പ് എന്നത് ഒരു നൈസർഗികതയിൽ സ്വാഭാവികമായി ഒരു മനുഷ്യന് എന്ത് ലഭിച്ചാലും മതിയാകാത്ത വിശപ്പുണ്ടാവും. പക്ഷെ അവനതൊന്നും കഴിച്ചാൽ വിശപ്പടക്കാൻ കഴിയില്ല. അതവൻ്റെ ഫിസിക്കലി അല്ല, യഥാർത്ഥത്തിൽ അവന് മാനസികമായി സംഭവിക്കുന്ന ഒന്നാണ്. 2, അവന് ഭക്ഷ്യവസ്തുക്കൾ കുറയുകയോ ഇല്ലാതാവുകയോ നാശങ്ങൾക്ക് വിധേയമാവുകയോ ചെയ്യാം. അപ്പോൾ കൊടും പട്ടിണി ഉണ്ടാവും. അതുമല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ തടയൽ കൊണ്ടാണ്, ഉപരോധം. നബിയുടെ കാലത്ത് പോലും മക്കക്കാര് കഠിന പട്ടിണിയിൽ അകപ്പെട്ടത് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഖുറൈശികൾ അന്ന് നബിക്ക് കത്തയക്കുക ചെയ്ത്, അങ്ങയുടെ കുടുംബം ഞങ്ങളോട് നീതിയും കരുണയും കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭവം പറയുന്നത്. അതിനകത്ത് ആ ഖുറൈശികൾ 13 കൊല്ലം ഇടതടവില്ലാതെ രാപകൽ ഭേദമന്യേ നബിയെയും അനുചരരെയും ഒരുപാട് പ്രയാസപ്പെടുത്തിയിരുന്നതാണ്. അതൊന്നും വിവരിച്ചാൽ തീരില്ല. അത്ര കൊടും ശത്രുതയിൽ കഴിഞ്ഞിരുന്നവർ അനുഭവിച്ച ഒരു കൊടും ദാരിദ്ര്യത്തിൻ്റെ കാരണം അവർക്ക് ലഭ്യമാകേണ്ട ഭക്ഷ്യവസ്തുക്കൾ തടഞ്ഞിരിക്കുന്നു. അത് നബിയുടെ അനുയായികളാണ് തടഞ്ഞത്. അപ്പൊ തായിഫ് വഴി വരുന്ന എല്ലാ കച്ചവട സംഘത്തെയും തടഞ്ഞപ്പോൾ മക്കക്കാർക്കൊന്നും കിട്ടാതെ വന്നു. മാസങ്ങൾ കഴിയും തോറും അവർ വിവരണാതീതമായ കൊടും പട്ടിണിയിലകപ്പെട്ടു. അപ്പോഴാണ് കാരുണ്യമാണ് നിങ്ങൾ, കരുണയുടെ പ്രതീകമാണ്, കാരുണ്യത്തിൽ അള്ളാഹു നിയോഗിച്ച ഒരു നബിയാണ്, അവിടെ നിന്ന് ഇടപെട്ടിട്ട് ഈ ക്ഷാമം പരിഹരിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരർക്ക് കത്ത് കൊടുത്തു വിട്ടു, നിങ്ങൾ ഒരു കാരണവശാലും ഭക്ഷണം തടയുകയും ഉപരോധം നടത്തുകയും ചെയ്യാൻ പാടില്ല. അപ്പൊ നബിയുടെ കൽപ്പന ശിരസ വഹിച്ച സഹാബികൾ പൂർവാധികം ഭംഗിയായി അവർക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും എത്തിക്കുകയുണ്ടായി. അങ്ങനെയാണ് ആ ഭക്ഷ്യക്ഷാമം പരിഹരിക്കപ്പെട്ടത്. ഇന്ന് ലോകരാജ്യങ്ങൾ സ്വയം അവരവരുടെ താല്പര്യത്തിന് വേണ്ടി ഓരോ ജനതയെയും ഞെക്കുകയും ഞെരുക്കുകയും ചെയ്യുന്നു. എത്ര കഷ്ടത അവരനുഭവിച്ചാലും മനസ്സലിവുണ്ടാവില്ല.
എന്ത് നരകയാതന അനുഭവിക്കേണ്ടി വന്നാലും. ഇബ്നു ബത്തൂത്ത കണ്ട ഇന്ത്യ എന്നൊരു ചരിത്ര പുസ്തകമുണ്ട്. പലരും അങ്ങനെ കണ്ടിട്ടുണ്ട്. ബീറൂനി കണ്ട ഇന്ത്യയുണ്ട്. ഇബ്നു ബത്തൂത്ത കണ്ട ഇന്ത്യ കുറച്ചുകൂടി വ്യാപകമായി ഇന്ത്യയുടെ പൂർവകാല ചരിത്രം രേഖപ്പെടുത്തുന്നതാണ്. അതിൽ ഒരു സ്ഥലത്ത് ഉത്തരേന്ത്യയിൽ അതീവ ശൈത്യമുള്ളൊരു സമയം, എല്ലാവരും കിടുകിട വിറയ്ക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇദ്ദേഹം നടന്നു വരുമ്പോൾ കുറെ ആളുകൾ വട്ടമിട്ട് ഒരു തീ കത്തിച്ചിട്ട് അതിന്റെ ചുറ്റും ഇരുന്ന് തീ കായുകയാണ്. അപ്പൊ ആ തീയുടെ ചൂടനുഭവിക്കാൻ ഇദ്ദേഹം അതിനടുത്ത് ചെല്ലുമ്പോൾ ഒരു കുട്ടിയുടെ ശരീരം, ഭൗതിക ശരീരം, അത് ഈ തീയിൽ ചുട്ടിട്ട് അവരെല്ലാവരും തിന്നുകയാണ്. അത്ര കൊടിയ ദാരിദ്ര്യം ഇബ്നു ബത്തൂത്ത തന്റെ ജീവിതത്തിൽ ആദ്യമായി കണ്ടത് ഇന്ത്യയിലാണ്. അപ്പൊ അതിന്റെ അവസ്ഥ മനസ്സിലാക്കാനാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇബ്നു ബത്തൂത്ത സാന്ദർഭികമായി മനസ്സിൽ വന്നതാണ്, എന്തോ വായിച്ച ഒരു കാര്യമാണത്. അപ്പൊ കൊടും പട്ടിണി ഉണ്ടാവും. അത് മനുഷ്യർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. ഓരോ ദിവസവും ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം. അത് തടയപ്പെട്ടാൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല, പിടഞ്ഞു മരിക്കും. വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയെ പിടിച്ച് കരയിലിട്ടാൽ അതിന് എപ്രകാരമാണോ മരണം സംഭവിക്കുന്നത്, കുറെ തല്ലി അലച്ച് പിടച്ച് മറിഞ്ഞ് തലകുത്തി മറിഞ്ഞിട്ടൊക്കെയാണ് അവസാനം അത് ഇഞ്ചിഞ്ചായിട്ട് അങ്ങ് മരിക്കുകയാണ്. അങ്ങനെ മരണം വിധിക്കപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എത്രയോ ആളുകൾ പട്ടിണിയുടെ ആധിക്യം, ഇത് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, അത് തടയുകയും ഉപരോധം വഴി ഒരു നാടിനെ ഞെക്കി ഞെരുക്കുകയും ചെയ്യുന്നു. ഇപ്പൊ മുസ്ലിം സമൂഹത്തിൽ മുസ്ലിം ആയി എന്നതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള കൊടും പീഡനങ്ങൾക്ക്, ക്രൂരതകൾക്ക് വിധേയമായി കഴിയേണ്ടി വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. വളരെ പെട്ടെന്ന് നോക്കിയാൽ കാണുന്നത് ഗസയിലുള്ള ഫലസ്തീനകളായ ജനങ്ങളാണ്. അതിൽ മുസ്ലിമുകളും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെയുള്ള ഉപരോധങ്ങൾ ഉണ്ടാവും. നമ്മളൊരു എല്ലാ അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ചേർന്ന് ഖത്തറിനെ ഉപരോധിക്കുകയുണ്ടായി. റമദാൻ 3-ന്റെ അന്നോ 2-ന്റെ അന്നോ ഒറ്റ ഉപരോധം പറഞ്ഞത്, ഏറ്റവും നല്ല മാസം. അപ്പൊ അതിൻ്റെ ആ യുക്തിരാഹിത്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് ചരിത്രത്തിൽ ഒരിക്കലും അതിനൊരു പകരം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. റമദാനിൽ ആ ചെയ്ത കൊടും ക്രൂരതയ്ക്ക് പിന്നെ അവരെത്ര ആലിംഗനം ചെയ്തിട്ടും കെട്ടിപ്പിടിച്ചിട്ടും മാഷാ അല്ലാഹ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴുള്ളൊരവസ്ഥ അതാണ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, സിറിയക്കെതിരെ, ഇറാഖിനെതിരെ, അത് ഹദീസില് തബറാനി അടക്കം ഉദ്ധരിച്ചൊരു ഹദീസില് ഇറാഖിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നൊരു ഹദീസിൽ ദാരിദ്ര്യത്തിന്റെ കാഠിന്യം ആ ജനത അനുഭവിക്കും എന്ന് പറയുന്നൊരു ഹദീസുണ്ട്. അതൊക്കെ ഇബ്നുൽ അസീറിന്റെ നിഹായയിലാണത് ഉദ്ധരിച്ചത്. കാരണം ഖിയാമത്തിന്റെ അടയാളങ്ങൾ ചെറുതും വലുതും വിവരിക്കുന്നതിന്റെ ഇടയെയാണ് ആ ഹദീസ് ഉദ്ധരിച്ചത്. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ പട്ടിണിയുടെ, ദാരിദ്ര്യത്തിന്റെ ആധിക്യം മനുഷ്യനെ പരീക്ഷണ വിധേയമാക്കുന്നു. അതുവഴി വനഖ്സിൻ മിനൽ അംവാൽ, സമ്പത്ത് ചുരുങ്ങാം, ഇല്ലാതാകാം, നഷ്ടപ്പെടാം. അങ്ങനെ അത് ഉപയോഗിക്കാൻ കഴിയാതെ വരാം. മൂല്യവത്തായ എന്തൊന്നും മൂല്യം അതിൽ നിന്ന് ഇല്ലാതാക്കിയാൽ ആ സമ്പത്ത് വെറും പാഴ്വസ്തുവാകും. അത് ഏതാണ്ട് ഷാഹു വലിയുല്ലാഹി ദഹ്ലവി അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്നൊരു കിതാബിൽ സ്വർണവും കരിങ്കല്ലും തമ്മിൽ തുലനം ചെയ്ത ഒരു പഠനമുണ്ട്. സ്വർണത്തിനാണല്ലോ മൂല്യം, കരിങ്കല്ലിന് മൂല്യമില്ലല്ലോ, വെറും കല്ല്. അദ്ദേഹം അതിനകത്ത് സമർത്ഥിക്കുന്നത് സ്വർണത്തിന്റെ മൂല്യം മരവിപ്പിച്ചാൽ എന്താകും അവസ്ഥ. സമ്പത്ത് ഒരുപാടുണ്ടാവും, ചാക്ക് കണക്കിന് സ്വർണം ഉണ്ടാവും, അല്ലെങ്കിൽ കിൻഡൽ കണക്കിനുണ്ടാവും. അതുകൊണ്ട് എന്താ കാര്യം? പിന്നീട് ആ സമ്പത്ത് ശൂന്യമായി പോവും, ഉപയോഗമില്ലാതാകും, ആർക്കും വേണ്ടാതാകും. സ്വർണവും വെള്ളിയും ഒക്കെ അങ്ങനെ തന്നെയാണ്. വിവിധ ലോകരാജ്യങ്ങളുടെ എല്ലാം മൂല്യഘടന നിർണയിക്കുന്നതിൻ്റെ അടിസ്ഥാന സമ്പത്ത് സ്വർണമാണ്. ഇന്ത്യ അടക്കം ലോകരാജ്യങ്ങളിൽ ഏതാണ്ട് 99% രാജ്യങ്ങളും സ്വർണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കറൻസിക്ക് മൂല്യം നിർണയിക്കുന്നത്. കറൻസിക്ക് മൂല്യം നഷ്ടപ്പെട്ടാൽ അവർ നമ്മുടെ എല്ലാ കാർഷിക
ഉൽപ്പന്ന സാധനങ്ങളും ശൂന്യമായി പോകും. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അങ്ങനെ ഒരുപാട് കാര്യം ഈ അമാനി മൗലവിയുടെ തഫ്സീറില് പരിഭാഷയില് ഏതെല്ലാം നിലയിലാണ് സമ്പത്ത് കുറയുക, നശിക്കുക, ഇല്ലാതാവുക എന്നതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുക. വൽ അൻഫുസ്, രോഗം, മരണം, ആപത്തുകൾ, അപകടങ്ങൾ തുടങ്ങിയ കാരണം വഴി ഒരു മനുഷ്യന് പരീക്ഷണം ഉണ്ടാകാം. 21-ാം അധ്യായത്തിൽ ഒരു ആയത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ലനബ്ലുവന്നക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഇതാണ് ആ വാക്ക്. രണ്ട് നിലയിൽ. ഒന്ന് ആരോഗ്യം നൽകും, പിന്നെ അനാരോഗ്യത ആരംഭിക്കും. അനാരോഗ്യത ആരംഭിച്ചാൽ ഒരു പ്രത്യേകത, അത് പിന്നെ ആരോഗ്യത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ കഴിയില്ല. അത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാവരുടെയും അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ആരോഗ്യം ഒരു 50 വയസ്സ് വരെയൊക്കെ നല്ല ആരോഗ്യം. അപ്പൊ നമുക്ക് ഏത് കല്ലും ദഹിക്കും, ഏത് മരത്തിലും കയറും, ഏത് കുന്നിൽ നിന്നും താഴോട്ട് വീഴും, എന്ത് കാര്യവും ചെയ്യും, എന്ത് സാഹസവും ചെയ്യാൻ നമ്മൾ ദൃഢഗാത്രരാണ്. പക്ഷെ 50 കഴിയുമ്പോൾ രോഗം ഗ്രസിക്കാൻ തുടങ്ങും. പിന്നെ ആ രോഗത്തിന്റെ പിന്നാലെയാകും മനുഷ്യരൊക്കെ. ഇന്ന് ഏറ്റവും വലിയ ഒരു വ്യവസായത്തിൽ ഒരു വ്യവസായം മതമാണ്, രണ്ടാമത്തെ വ്യവസായം ആശുപത്രികളാണ്. ആ രണ്ടും ഞാൻ വിവരിക്കുന്നില്ല, ബാക്കി നിങ്ങൾ ചേർത്ത് വായിച്ച് പഠിക്കുക. അപ്പൊ രോഗം ഉണ്ടായാൽ മനുഷ്യന് അവന്റെ ശരീരത്തിന്റെ എല്ലാ ആപത്തുകളും എല്ലാ ശേഷിയും നഷ്ടപ്പെട്ടു പോവുകയാണ്. 18 വർഷം തുടർച്ചയായി അള്ളാഹുവിന്റെ റസൂലിന് ഒരാഴ്ചയെ പനി ഉണ്ടായുള്ളൂ. നബിയുടെ വഫാത്ത് ഒരാഴ്ച മുമ്പ് പനി ഉണ്ടായി. ആ പനി ശക്തിപ്പെട്ടിട്ടൊരു നബിയുടെ അവസാന 100 ദിവസം, 100 യൗമിൻ, 100 ദിവസം റസൂലുള്ളയുടേത് എന്ന പേരിൽ ഒരു കിതാബുണ്ട്. അതിന്റെ മരിക്കുന്നതിന്റെ വഫാത്താകുന്നതിന്റെ തലേ ദിവസം നബി പറയുന്നൊരു വാക്കുണ്ട്. പനിയാണെന്നൂടെ ഓർക്കണം കേട്ടോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ യാ ആയിഷ ഇന്നലിൽ മൗത്തി സക്കറാത്ത്, ഈ ലോകത്തോട് യാത്ര പറയുന്നൊരു മരണം ഉണ്ടല്ലോ, അതിന് വല്ലാത്ത ഒരു പ്രതിസന്ധി, വിഷമം അനുഭവിക്കേണ്ടി വരുന്നു. സക്കറാത്തിന്റെ ഹാലെന്ന് നമ്മൾ പറയും. ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഊർദ്ധശ്വാസം വലിക്കുക എന്നൊക്കെ പറയുന്ന ഭാഷ അതാണ്. എന്നാൽ 18 കൊല്ലം അത് അതീവ ഗുരുതര രോഗം അനുഭവിച്ച ഒരു നബിയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. അജബൽ ലി മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ ജീവിതം എത്ര അത്യാത്ഭുതം നിറഞ്ഞതാണ്, ആശ്ചര്യകരമാണ്, പഠനാർഹമാണ്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ചോദ്യചിഹ്നമാണ്. അവന് ഒരു നന്മ ഉണ്ടായാൽ അള്ളാഹുവിനെ സ്തുതിക്കും, അവന് കൂലി ഉറപ്പായി. സബത്തൽ അജുറു എന്നാണ്, ഹമീദല്ലാ സബത്തൽ അജുർ. ഇനി അവനൊരു ഇടങ്ങേറ് ബാധിച്ചു, സബറ അലൈഹി, അതിലവൻ ക്ഷമിക്കും. ആ ക്ഷമ എന്നത് കേവലം ഒരു വാക്കിൽ പറയുന്ന ഒരു രീതിയല്ല. അത് ഹൃദയത്തിൽ നിന്ന് നൊമ്പരത്തോടെ, ഹൃദയം പറിച്ചെടുക്കുന്ന പ്രയാസത്തോടെയാണ് ആ ക്ഷമ അനുഭവിക്കുക. അപ്പോഴും സബത്തൽ അജിറു, അപ്പോഴും അവന് കൂലി ഉറപ്പായി. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ രണ്ടവസ്ഥയും പ്രതിഫലാർഹമാണ്. ഈ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇസ്തിർജാഅ് എന്നാണ് ഇതിന് പറയുന്ന വാക്ക് ഹദീസില്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, 156-ാമത്തെ ആയത്താണ്. ഉലൈക അലൈഹിം സ്വലവാത്തുൻ മിർ റബ്ബിഹിം. ഈ ആയത്ത് വിവരിച്ചിട്ട് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നൊരു വാക്കുണ്ട്. നമുക്കൊരു 10 കൊല്ലം മുമ്പായിരിക്കും ഒരു ഇടങ്ങേറ് സംഭവിച്ചത്. അതിൽ നമ്മൾ ക്ഷമിക്കുകയാണ്. ആ ക്ഷമ വിവരിക്കുന്നിടത്ത് എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം, അവൻ എന്നിൽ ഉദ്ദേശിച്ചത് എൻ്റെ ശരീരത്തിലും മനസ്സിനെയും ബാധിക്കുന്നു. ഞാൻ അതിൽ കോപാകുലനായിട്ട് കാര്യമില്ല.
ഞാൻ അവനിലേക്ക് മടങ്ങിപ്പോകേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ എനിക്കവൻ നിശ്ചയിച്ചതിന് അവൻ പ്രതിഫലം ഉറപ്പാക്കിയിരിക്കുന്നു എന്ന ഈമാനോടുകൂടി ഒരു വിശ്വാസി ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞാൽ അവന് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് ഉലൈക അലൈഹിം സ്വലവാത്തുൻ മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നാണ് അവൻ ഗുണങ്ങൾ ഏറ്റവും കൂടുതലാക്കുക. ഇത് വിവരിച്ചിട്ട് ഒരു 10 കൊല്ലത്തിന് ശേഷമാണ് മുൻ അനുഭവം ഓർക്കുന്നതെന്ന് വെച്ചോ. നമ്മളൊരു ആക്സിഡന്റിൽ പെട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അത് 90-ൽ സംഭവിച്ച കാര്യം 2025-ൽ ഓർക്കുകയാണ്. അപ്പൊ അവൻ വീണ്ടും ഇസ്തിർജാ ആവർത്തിച്ചാലോ, അന്ന് നടന്നതാണ്, സ്വയം ഓർക്കുകയാണ്. അപ്പൊ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രതിഫലം ഇരട്ടിയായി പടച്ചവൻ നിശ്ചയിക്കുന്നു എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. അത്രയും പ്രാധാന്യം ഈ വിഷയത്തിലുണ്ട്. മനുഷ്യരെ അവരുടെ ജീവിതത്തിൽ 2 നിലയിലും അനുഭവങ്ങൾ നൽകി മനുഷ്യരിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കി, നന്മയെങ്കിൽ നന്മ, തിന്മയെങ്കിൽ തിന്മ, ഈ 2 നിലയിലും ഉണ്ടാക്കും. അതിലൊന്നാണ് വൽ അൻഫുസ് പറഞ്ഞത്. രോഗമാകാം, അപകടങ്ങളാകാം, മറ്റ് ഇതര കാരണങ്ങൾ കൊണ്ടുള്ള മരണങ്ങളാകാം, കുടുംബത്തിൽ, വ്യക്തിയിൽ, കുടുംബാംഗങ്ങളിൽ, കൂട്ടുകുടുംബങ്ങളിലെ ആളുകളിൽ, ഇതൊക്കെയാണ് ഉദ്ധരിച്ചത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസാണ് ഈ ആയത്തിന്റെ താഴെ എല്ലാ തഫ്സീറുകാരും രേഖപ്പെടുത്തിയത്. അത് ഇപ്രകാരമാണ്: ഹൃദയത്തിൽ നിന്ന് പടച്ചവനിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന അർത്ഥത്തിൽ ഏതൊരു ആപത്ത് മുസീബത്ത് വന്നാലും അത് പറയാൻ നബി പഠിപ്പിച്ചല്ലോ. അങ്ങനെ പഠിപ്പിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് സലമ മരിച്ചു കഴിഞ്ഞപ്പോൾ, ഉമ്മു സലമ എന്ന് പേര് വരാൻ കാരണം തന്നെ അബൂ സൽമ മരിച്ചപ്പോൾ ഞാൻ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ഖുലുഫ് ലീ ഖൈറൻ മിൻഹു വജ്അൽ ലീ അജ്റൻ, അവിടുന്ന് പ്രാർത്ഥിച്ചു, പടച്ചവൻ എനിക്ക് ഇതിന് കൂലി നൽകണം, ഇതിലും ഖൈറായ ഒരു അവസ്ഥ എനിക്ക് നീ ജീവിതത്തിൽ നൽകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. പടച്ചവൻ ആ ദുആയ്ക്ക് ഉത്തരം ചെയ്തു. അദ്ദേഹത്തെക്കാൾ ഖൈറായ ആൾ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി, അഥവാ റസൂലുള്ളയുടെ ഭാര്യയായി തീർന്നു. അപ്പൊ ഉമ്മാത്തുൽ മുഅ്മിനാത്തായി, അപ്പൊ ഉമ്മുൽ മുഅ്മിനീനായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അത് ആ ഹദീസ് ഈ ആയത്തിന്റെ താഴെയാണ് ഇതെല്ലാം വിവരിക്കുന്നത്. അപ്പൊ ആ നിലയിലാണ് ഖുർആൻ ആ കാര്യം സൂചിപ്പിച്ചത്. വബശ്ശിരിസ് സ്വാബിരീൻ വസ്സമറാത്ത്, ഫലവൃക്ഷങ്ങൾ. ഇപ്പൊ നമ്മുടെ കേരളം അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളിൽ, ഈ കേരളത്തിന് പേര് വരാൻ തന്നെ കാരണം കേരം നിറഞ്ഞത് കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം, തെങ്ങാണ്. ഇപ്പൊ ആ സാധനം വളരെ അപൂർവമാണ്. നമ്മുടെ മുകുന്ദൻ എഴുതിയ ഒരു നോവലിന്റെ ഇതിവൃത്തത്തിന്റെ ഒറ്റവാക്ക് പറഞ്ഞാൽ, ഒരു ഇല്ലത്തിലെ ഉണ്ണിയോട് പരിചയപ്പെടുത്തുന്നത് പാടങ്ങളിലൂടെ പോകുമ്പോൾ നെല്ല് വിളഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട്, ഇത് നമ്മൾ ആഹരിക്കുന്ന, ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന അരി ഉണ്ടാകുന്ന നെൽവൃക്ഷമാണിത് എന്ന് കാര്യസ്ഥൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണില്ലേ? അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനത്തിന്റെ ഉൽപ്പന്ന കേന്ദ്രങ്ങൾ അതെന്തൊക്കെയാണ് വസ്തുക്കൾ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ വന്നത് പല കാരണം കൊണ്ടാണ്. ഒരു ഭൂപ്രദേശം ഒന്നടങ്കം മണ്ടരിയായിരിക്കും, അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ മറ്റ് കീടാണുക്കളുടെ നാശം കൊണ്ട് എല്ലാം നശിച്ചു പോകും. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തെങ്ങുകളുടെ എണ്ണം എത്ര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് രാജ്യത്തിന്റെ പേര് തന്നെ മാറ്റേണ്ടി വരുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്കതിന്റെ വിലയറിയാം, തേങ്ങയുടെ വിലയറിയാം, വെളിച്ചെണ്ണയുടെ വിലയറിയാം. അതിനെ സംബന്ധിച്ച് പരിതപിക്കുന്ന ചിന്തകളും ലോകം മുഴുവൻ ഇപ്പൊ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇറക്കുമതി ചെയ്യണം പലതും, എന്തു ആകട്ടെ. അപ്പൊ എല്ലാ ഫലങ്ങളും നഷ്ടപ്പെട്ടു പോകാം, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉണ്ടാകാതെയും വരും. വെറുതെ കായ്ക്കാതെ എന്നാൽ എന്തൊക്കെ ഇട്ടിട്ടും കായ്ക്കൊന്നുമില്ല, അത് വെട്ടിക്കളഞ്ഞ് വേറെ വയ്ക്കലേ കഴിയുള്ളൂ. ഇതൊക്കെയാണ് അവസ്ഥ. എന്നിട്ടാണ് അള്ളാഹു പറഞ്ഞത് വബശ്ശിരിസ് സ്വാബിരീൻ. അപ്പൊ ഹദീസിൽ ഉണർത്തിയത് 2 കാര്യമാണ്. അത് ഏത് ജീവിതത്തിലെ ഏത് ഹൈറാണെങ്കിലും ഷർറാണെങ്കിലും ഒരു മുഅ്മിനിനെ സംബന്ധിച്ച് വളരെ ഹൈറാണ്. അപ്പൊ ഞാൻ പറഞ്ഞിടത്തേക്ക് വീണ്ടും വരുന്നു. 18 കൊല്ലം സൂറത്ത് അംബിയായില്
അദ്ദേഹത്തിന്റെ ജീവിതത്തെ സാംശീകരിച്ച ഒരു 5 ആയത്തുകളുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാം, അത് മസ്കറ്റിലെ സലാലയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അന്ത്യം ഉണ്ടായതും കബറടക്കം ചെയ്യപ്പെട്ടതൊക്കെ അവിടെയാണ്. ഇത് നമ്മൾ വെറുതെ ഒരു കാഴ്ച എന്ന നിലയിൽ കാണേണ്ട ഒരു പ്രദേശമല്ല അത്. മറിച്ച് 18 കൊല്ലം നിരന്തരമായി കഠിന രോഗത്തിന് വിധേയമായി. നമ്മുടെ ശരീരം മുഴുവൻ തളർന്നു പോയി, വ്രണങ്ങൾ ബാധിച്ചു. വ്രണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനും വ്രണങ്ങളായി അത് പൊട്ടി ഒഴുകി പുഴുക്കൾ വന്ന് നാവു മാത്രം ചലിക്കുന്ന. ഇബ്നു കസീറിൽ ഒരു ഹദീസ് ഉദ്ധരിച്ചത്, ഇന്ന അഷറൽ ബലാഇ കാന ലിൽ അംബിയാ, അങ്ങനെയാണ് ഹദീസിൽ ഉദ്ധരിച്ചത്. അതികഠിന പരീക്ഷണം നബിമാർക്കേ ഉണ്ടാവും. എന്നിട്ടാണ് റസൂലുള്ളാഹി അയ്യൂബ് നബിയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ പറഞ്ഞാൽ ആർക്കും അടുക്കാൻ കഴിയാത്ത വിഷമം. ഇപ്പൊ വസൂരി എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന യുവതലമുറയ്ക്ക് അത് മനസ്സിലാവൂല. പക്ഷെ വസൂരി എന്നൊരു രോഗം ആ രോഗിയിൽ നിന്നും മറ്റെല്ലാവരെയും അകത്തിക്കളയുകയാണ്. ഇപ്പൊ അതിന് സമാനമായിട്ടല്ലെങ്കിലും ചെറിയ നിലയിൽ ഭയപ്പെടുത്തിയതാണ് കോവിഡ്. ഒരാൾ മരിച്ചാൽ പോലും ഒരു 100 അടി ദൂരെ നിന്ന് ഇങ്ങനെ നോക്കാൻ അനുവാദമുള്ളൂ. അതും ആകെ മൂടി പൊതിഞ്ഞ് 2-3 ചാക്കുകെട്ടിനകത്താക്കിയിട്ട് വേണം ഒരാൾ നിൽക്കാൻ. നമ്മുടെയൊക്കെ വൈദ്യശാസ്ത്രത്തിന്റെ അധപ്പതനാണ് കേട്ടോ ഇതൊക്കെ. ഇത് തന്നെയായിരുന്നു വസൂരിയിലും. വസൂരി വന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ഓലപ്പര ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി കിടത്തും. വേദനയുടെ അസഹ്യതയിൽ വലിയ വാവിട്ട് അട്ടഹസിച്ച് നിലവിളിക്കും. ആർക്കും ചെല്ലാൻ കഴിയില്ല, ഈ കേൾക്കാൻ മാത്രമേ കഴിയുള്ളൂ. ആ നിലയിൽ ഒരാൾക്കും അടുക്കാൻ കഴിയില്ല. ദുർഗന്ധം വമിക്കുന്നു. ഒരാളും അടുക്കാതെ തൊടാതെ ശുശ്രൂഷകൾ ചെയ്യാതെ എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെട്ട നിലയിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ വാക്ക്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നുയർന്നൊരു ദുആ ഖുർആൻ ഉപയോഗിച്ചത്, അന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ, നീ അർഹമുർ റഹീമാണല്ലോ അല്ലാഹുവേ, എന്നെ ഇടങ്ങേറു ബാധിച്ചിരിക്കുന്നു. ഇത് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നാവിനെ ബാധിച്ചാലോ, അപ്പൊ പിന്നെ ഒന്നും മിണ്ടാൻ കഴിയില്ല. അപ്പൊ ഒന്നും നമുക്ക് ശബ്ദിക്കാൻ കഴിയില്ലല്ലോ. അതിന്റെ ആ ചരിത്രം നിങ്ങൾ അയ്യൂബ് നബി അലൈഹിസ്സലാം എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആ അധ്യായം നിങ്ങളൊന്ന് ഒരു 10-15 പ്രാവശ്യമെങ്കിലും വായിക്കണം. എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവൂ. അദ്ദേഹം പറഞ്ഞത് അർഹമുർ റഹീമാണല്ലോ നീ, ഞാൻ ഈ അവസ്ഥയിൽ ഇത്ര കാലമായി ഇങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യുത്തരം ചെയ്തു. അതിന്റെ മറുപടി അത്യാത്ഭുതമായി മാറി. പടച്ചവൻ അദ്ദേഹത്തിന്റെ രോഗം മാറ്റി എന്ന് മാത്രമല്ല, പൂർണ്ണ ആരോഗ്യം നൽകി, കുടുംബത്തെ നൽകി, സമ്പത്ത് നൽകി, ഭാര്യയെ നൽകി, മക്കളെ വീണ്ടെടുത്തു. അദ്ദേഹം വീണ്ടും ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു. അപ്പൊ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് വലിയൊരു പ്രതീക്ഷ ജീവിതത്തിൽ നിലനിർത്തുന്ന ഒരു വാചകം കൂടിയാണ്. ഇതാണ് ആ ഇസ്തിർജാഇന്റെ അർത്ഥം എന്നത്രേ തഫ്സീറുകളിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, 2 നിലയിലുള്ള അവസ്ഥാന്തരങ്ങളും മനുഷ്യനിൽ ഉണ്ടാവും. അത് രണ്ടിലും മനുഷ്യൻ വിശ്വാസി, മുഅ്മിനായ, ഈമാനുള്ള ഒരാള് വേണ്ടതുപോലെ അത് ഉൾക്കൊള്ളുകയും ക്ഷമിക്കുകയും സഹിക്കുകയും സന്തോഷത്തിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്താൽ ഈ ദുനിയാവും ആഖിറവും അവൻ നേടിക്കഴിഞ്ഞു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ കാലിൽ ഒരു മുള്ള് തറയ്ക്കുകയാണ്, ഹത്ത ഷൗക്ക എന്ന വാചകം ഉപയോഗിച്ച്, അതുപോലും അവന് പ്രതിഫലം നിർണയിക്കുന്നു അള്ളാഹു ഖിയാമത്ത് നാളിൽ. അത് വേദന അനുഭവിക്കുകയാണല്ലോ, അതുപോലും അള്ളാഹു അവന് പ്രതിഫലം നിർണയിക്കുകയാണ്. വിശ്വാസപൂർവം ജീവിതത്തെ തളരാതെ എന്ന് പറഞ്ഞാൽ മടുപ്പ് വരാതെ, പേടിപ്പെടാതെ, തളർന്നു പോകാതെ, ഇനി മതി എന്ന് തീരുമാനിക്കാതെ അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങൾക്കൊപ്പം മുന്നോട്ടു പോകാൻ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.